മോൾ. ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ് ഈ ചാപ്റ്ററിൻ്റെ. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ അളവുകളും പിന്നെ അതിൻ്റെ യൂണിറ്റുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചില അളവുകൾക്ക് ഒരൊറ്റ അളവാണ് അതിൻ്റെ മെയിൻ അളവായിട്ട് എടുക്കുന്നതെന്ന്. അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, SI യൂണിറ്റ് എന്ന് പറഞ്ഞത്. അതായിരിക്കും അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞത്. 1960 പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ സമ്മേളനം ഉണ്ടാവില്ലേ, അതിലാണ് ഈ SI യൂണിറ്റുകൾക്ക് എന്ത് ചെയ്ത് അംഗീകാരം ലഭിച്ചത്. അങ്ങനെ ഓരോന്നിനും ഓരോ യൂണിറ്റ് അവരെന്ത് ചെയ്ത് ഏർപ്പെടുത്തി. അപ്പോൾ SI യൂണിറ്റിൻ്റെ ഫുൾ ഫോം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ സ്ക്രീനിൽ എഴുതി വെച്ചിരിക്കുന്നത്. SI യൂണിറ്റിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. എന്താണ്? ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ കണ്ടില്ലേ, ഇത് എഴുതിയെടുക്കണം കേട്ടോ. ഇതെന്തായാലും ഇതിൻ്റെ ഫുൾ ഫോം എന്തായാലും അറിഞ്ഞിരിക്കണം. എന്താണ് SI യൂണിറ്റ് എന്ന്? സംഭവം SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഒരു മെയിൻ ആയിട്ടുള്ളൊരു യൂണിറ്റ് ഉണ്ടാവില്ല, അതാണ് ഈ SI യൂണിറ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ SI യൂണിറ്റ് എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് അടിസ്ഥാനത്തിലാണ് എല്ലാ അളവുകൾക്കും, എല്ലാ അളവ് മീൻസ് എല്ലാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഇല്ല, അടിസ്ഥാന അളവുകൾക്കും എന്തുണ്ട്, ഓരോ യൂണിറ്റ് ഉണ്ട്. ഈ SI യൂണിറ്റിൽ 7 ക്വാണ്ടിറ്റീസാണ് ഉൾപ്പെടുന്നത്. 7 അടിസ്ഥാന യൂണിറ്റുകളാണ്. അത് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്തായാലും പഠിച്ചു വയ്ക്കുക. നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പറഞ്ഞു. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അതായത് അടിസ്ഥാന അളവ് എന്താണെന്ന് പറഞ്ഞു. എന്താണ്? നേരിട്ട് നമുക്ക് അളക്കാൻ പറ്റും, കഷ്ടപ്പെട്ട് ഇക്വേഷൻസ് ഒന്നും ഇല്ലാതെ അളക്കാൻ പറ്റിയതാണ് അടിസ്ഥാന അളവുകൾ. ആ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റിനെ പറഞ്ഞ പേരാണ് എന്തെന്ന് പറഞ്ഞത്, അടിസ്ഥാന യൂണിറ്റ്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് അപ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് അടിസ്ഥാന യൂണിറ്റ് ആയിരിക്കുമല്ലേ. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അപ്പോൾ ഇത് എഴുതിയെടുക്കുക കേട്ടോ. വാട്ട് ഈസ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് ചോദിച്ചാൽ ആദ്യം എന്ത് ചെയ്യണം, ഇത് ഹെഡിങ് ആക്കിയിട്ട് എഴുതണം. ഇത് ഹെഡിങ് ആക്കിയിട്ട് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഈ സെൻറ്റൻസ് വീണ്ടും എഴുതണം. അപ്പോൾ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് വേണം എന്ത് എഴുതാൻ, ഇത് ഫുൾ എഴുതാൻ കേട്ടോ. അപ്പോൾ എന്തായിരിക്കും? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആർ ദ യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഏതൊക്കെയെന്ന് പഠിക്കണം. 7 എണ്ണമാണുള്ളത്. അതായത് അടിസ്ഥാന അളവുകൾ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ 7 എണ്ണം ഏതൊക്കെയാണ്? നീളം 7 എണ്ണം, നീളം അതായത് ലെങ്ത്ത്, മാസ്, ടൈം, പിന്നെ താപനില, ഇവർ എന്താണ്? ടെമ്പറേച്ചർ. പിന്നെ എന്താണ്? വൈദ്യുത പ്രവാഹ തീവ്രത, അതിനെയാണ് എന്തെന്ന് പറയുക? ഇലക്ട്രിക് കറണ്ട്. പിന്നെ പദാർത്ഥത്തിൻ്റെ അളവ്, അതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. പിന്നെ പ്രകാശ തീവ്രത, ലൂമിനിയസ് ഇൻറ്റൻസിറ്റി. ഇങ്ങനെ 7 ക്വാണ്ടിറ്റീസ്, 7 അടിസ്ഥാന അളവുകളുണ്ട്. അവയ്ക്കൊക്കെ എന്തുണ്ട്? ഓരോ യൂണിറ്റ് ഉണ്ട്. അപ്പം നീളത്തിൻ്റെ യൂണിറ്റ് നമ്മൾക്ക് അറിയാം, മീറ്റർ ഉണ്ട്, സെൻറ്റിമീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഒക്കെ നീളത്തിൻ്റെ യൂണിറ്റാണ്. പക്ഷേ SI യൂണിറ്റ് ഏതാണ്? മീറ്റർ. ആ മീറ്ററിനെയാണ് നമ്മൾ M വെച്ചിട്ട് എന്ത് ചെയ്യണേ? സൂചിപ്പിക്കുന്നത്. മീറ്ററിനെയാണ് M വെച്ചിട്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ മാസ് ഉണ്ട്. മാസാണ് kg, കിലോഗ്രാം. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. സമയം നമുക്കറിയാം സെക്കൻഡ്, അത് S വെച്ചിട്ടാണ്. പിന്നെ ടെമ്പറേച്ചർ, താപനില, അതിൻ്റെ യൂണിറ്റ് എന്താണ്? അത് എന്തായാലും പഠിക്കണം കേട്ടോ. കെൽവിൻ K വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ കറണ്ടിൻ്റെ, വൈദ്യുത പ്രവാഹ തീവ്രത, ഇലക്ട്രിക് കറണ്ടിൻ്റെ A ആണ്. അതെന്താണ്? ആംപിയർ. രണ്ടുപേർക്കും സെയിം തന്നെ. പിന്നെ പദാർത്ഥത്തിൻ്റെ അളവ്, അല്ലെങ്കിൽ അതിനെന്താ പറയുക? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നമ്മൾ ഈ ആറ്റം, മോളിക്യൂൾസ്, ഇതൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കും. അപ്പോഴാണ് നമ്മൾ ഈ മോളുമായിട്ട് പഠിക്കുക. അപ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? മോൾ. പിന്നെ പ്രകാശ തീവ്രത, അത് ലൂമിനിയസ് ഇൻറ്റൻസിറ്റി. കാൻഡല അതും നന്നായി പഠിക്കണം കേട്ടോ. അതൊക്കെ മാറിപ്പോണത്. CD എന്നാണ് അതിൻ്റെ എന്ത് ചെയ്യുക? റെപ്രസെൻ്റ് ചെയ്യുക. പിന്നെ മോള്, കറണ്ടിൻ്റെ A, കെൽവിൻ, ടെമ്പറേച്ചർ K, ഇതൊക്കെ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ എക്സാം എടുത്തുമ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ കാണും. 7 ക്വാണ്ടിറ്റീസ് എഴുതാണ്ടാവും, അതിൻ്റെ 7 അളവ് എഴുതാൻ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ 7 അളവും സിമ്പലും അതിൻ്റെ യൂണിറ്റ് ഒക്കെ നിങ്ങൾ എന്തായിരിക്കണം? പഠിക്കണം.
ഇനി ഈ പാഠത്തിൽ പഠിക്കേണ്ടത് SI യൂണിറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്സ്? അപ്പം എന്താണ് അത്? ഏകീകൃത യൂണിറ്റാണ്. അതായത് സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്സ് ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാ നാട്ടിലും ഒരേപോലെ യൂസ് ചെയ്യുന്നതാണ്. അതായത് അതിനൊരു ഒരുമയുണ്ട്, യൂണിഫോമിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെ ഏകീകൃത യൂണിറ്റാണ്, അതായത് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് എല്ലാ നാട്ടിലും കിലോഗ്രാം, നമ്മൾ മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ ഉപയോഗിക്കുന്നത്, കിലോഗ്രാം എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ്? ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്, അതായത് ലോകത്ത് എല്ലായിടത്തും അത് അംഗീകാരമുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, അതാണ് അന്താരാഷ്ട്ര അംഗീകാരം ഉള്ളവയാണ് എന്ത്? SI യൂണിറ്റ്. പിന്നെ ഇവയെ അടിസ്ഥാനമാക്കി മറ്റു അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ കഴിയും. യൂണിറ്റ്സ് ഓഫ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ്. മറ്റു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇൻ ടേംസ് ഓഫ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ്, ഇവിടെ ഒരു കോമട്ട് കൊടുത്താൽ മതി, അപ്പോൾ വേഗം പഠിക്കാനായിട്ട്. യൂണിറ്റ്സ് ഓഫ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് യൂണിറ്റ്സ്. അതായത് ഈ യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് പറയാം. അപ്പോൾ നമുക്ക് അതെന്താ അറിയാം? അപ്പോൾ നമുക്ക് ആകെ അറിയുന്നത് എന്താണ്? നമുക്ക് ലെങ്ത്തിൻ്റെ യൂണിറ്റ് അറിയാം. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. ഇനി നമുക്ക് ഏരിയൻ്റെ യൂണിറ്റ്, അതാണ് അതർ ക്വാണ്ടിറ്റി. ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെ പ്രസ്താവിക്കാം? നീളം ഇൻറ്റു വീതി ഇൻറ്റു നീളം ഇൻറ്റു വീതി അല്ലേ നമ്മുടെ ഏരിയ. അപ്പം നീളത്തിൻ്റെ യൂണിറ്റും മീറ്ററാണ്, വീതിയുടെ യൂണിറ്റും മീറ്ററാണ്. അപ്പം എന്താണ്? മീറ്റർ സ്ക്വയർ. കണ്ടില്ലേ? ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, അതാണ് പറഞ്ഞത്. ഇവയെ അടിസ്ഥാനമാക്കി മറ്റ് അളവുകളുടെ യൂണിറ്റ്, അതായത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, വിൽപ്പന്ന അളവുകളുടെ യൂണിറ്റ് നമുക്ക് എന്താ ചെയ്യാം? ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ആ സെൻറ്റൻസ് വെച്ചിട്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണെന്നാണ് പഠിക്കാനുള്ളത്. നമ്മളിപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് പഠിച്ചു, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ്സിനെയാണ് എന്താ? അടിസ്ഥാന യൂണിറ്റ്സ് എന്ന് പറഞ്ഞത്. അതേപോലെ വിൽപ്പന്ന യൂണിറ്റ്സ് എന്തായിരിക്കും? വിൽപ്പന്ന ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിനെ വേറൊരു രീതിക്കാണ് ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ, അതായത് അടിസ്ഥാന യൂണിറ്റ് ഉപയോഗിച്ച് നമുക്ക് പ്രസ്താവിക്കാം. ഇപ്പോൾ നമ്മൾ ഏരിയൻ്റെ യൂണിറ്റ് കണ്ടില്ലേ? ഏരിയൻ്റെ യൂണിറ്റ് ഏരിയൻ്റെ യൂണിറ്റ് നമ്മൾ പ്രസ്താവിച്ച അങ്ങനെയല്ലായിരുന്നു. പരപ്പളവ് നീളം ഇൻറ്റു വീതി നമ്മൾ പറഞ്ഞത് അങ്ങനെയായിരുന്നു. വേറെ രണ്ടെണ്ണം ഉപയോഗിച്ച് നമ്മൾ പ്രസ്താവിച്ചതാണ്. ഇത് ഫണ്ടമെൻ്റൽ അല്ലേ? നീളത്തിൻ്റെ യൂണിറ്റ് ഫണ്ടമെൻ്റലാണ്, അടിസ്ഥാനമാണ്. വീതിയുടേതും അടിസ്ഥാനമാണ്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ പുതിയതുണ്ടാക്കി. അങ്ങനെ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ, അടിസ്ഥാന യൂണിറ്റുകളെ അല്ലെങ്കിൽ എന്താണ്? അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വിൽപ്പന്ന യൂണിറ്റുകൾ. അപ്പോൾ ഇതിനെ ആശ്രയിച്ചിട്ടാണ്. ഇപ്പോൾ ഏരിയ എന്ന് പറഞ്ഞത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് ആശ്രയിക്കുന്നത് ഫണ്ടമെൻ്റലിനെയാണ്. മീറ്റർ നമ്മൾ നീളത്തിൻ്റെ ഇതിൽ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ് ഏരിയ. അപ്പോൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താ പറഞ്ഞത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ ദ യൂണിറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് യൂസിങ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് അതിനെ എന്ത് ചെയ്യുക? പ്രസ്താവിക്കുക, സ്റ്റേറ്റ് ചെയ്യാം. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഇപ്പോൾ മീറ്റർ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ്. ആ ഫണ്ടമെൻ്റൽ യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏരിയനെ പ്രസ്താവിക്കുന്നത്, സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓർ ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യണില്ലേ? മീറ്ററിന്, അതുകൊണ്ടല്ലേ ഏരിയ കിട്ടി, അല്ലെങ്കിൽ ഏരിയ കിട്ടൂല. അപ്പോൾ ഏരിയ, വോളിയം വ്യാപ്തം, വ്യാപ്തം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരാണ്. അപ്പോൾ അവിടെ അതേപോലെ തന്നെ നീളത്തിൻ്റെ അളവ് മീറ്റർ, വീതിയും അതേപോലെ നീളം പോലെ നമ്മൾ സ്കെയിലിൽ അളക്കണമല്ലേ, അതിൻ്റെ അളവ് ഇത് മീറ്റർ, ഹൈറ്റും അതേപോലെ നീളം പോലെ സ്കെയിലിൽ അളക്കണമല്ലേ, അതിൻ്റെ മീറ്റർ. അപ്പം മീറ്റർ ക്യൂബ്, നമുക്ക് ക്യൂബിക് മീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ, അതായത് ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ ആശ്രയിച്ച് നിലനിൽക്കുക. അപ്പോൾ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്നതോ ആയ യൂണിറ്റുകളാണ് എന്തെന്ന് പറഞ്ഞത്? വിൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് പഠിക്കാനുള്ള എന്താ അറിയോ? യൂണിറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അത് ആ തെറ്റ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? യൂണിറ്റ് എഴുതുമ്പോൾ ഒരിക്കലും ഇല്ലേ വലിയ അക്ഷരം ഉപയോഗിക്കരുത്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കരുത്. അപ്പോൾ ഇവിടെ കണ്ടു നോക്കി, കിലോഗ്രാം, kg സ്മോളാണ്. എന്നാൽ K ക്യാപിറ്റലും G ക്യാപിറ്റലും അങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോഴത്തും കണ്ടില്ല, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്.
അത് കണ്ടില്ല kg ഇങ്ങനെ ഉപയോഗിക്കരുത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് അതായത് വലിയക്ഷരം ഇംഗ്ലീഷിൽ എന്ത് ചെയ്യരുത്, യൂണിറ്റ്സ് എഴുതുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. അതാണ് റൂൾസ് ഫോർ റൈറ്റിംഗ് ദ യൂണിറ്റ്സ്. അത് മനസ്സിലാക്കിയാൽ മതി. യൂണിറ്റ്സ് എഴുതുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ. പിന്നെ ചില യൂണിറ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ല, ഫോഴ്സ് ബലം. ആ ഫോഴ്സിൻ്റെ യൂണിറ്റ് വന്നിരിക്കുന്നത് സയൻറ്റിസ്റ്റായ ന്യൂട്ടനില്ലേ, ഐസക് ന്യൂട്ടൻ അറിയില്ലേ, ആ ന്യൂട്ടൻ്റെ അടുത്തു നിന്നാണ്. അപ്പം ന്യൂട്ടൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ന്യൂട്ടനെ എണ്ണി വെച്ചിട്ടാണ് നമ്മൾ എഴുതുക. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് ആദ്യം പറഞ്ഞു യൂണിറ്റ് എഴുതുമ്പോൾ സ്മോൾ ലെറ്ററാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് അറിഞ്ഞിരിക്കണം. ന്യൂട്ടൻ്റെ ബലത്തിൻ്റെ യൂണിറ്റ് വന്നിരിക്കുന്നത് ന്യൂട്ടനിൽ നിന്നല്ലേ. അപ്പം നമ്മൾ സ്മോൾ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഉപയോഗിക്കണം. അതേപോലെ തന്നെ ആംപിയർ, കറണ്ട് ക്യാപിറ്റലാണ്, ഇങ്ങനെയല്ല യൂസ് ചെയ്യുക. അങ്ങനെ ചില കേസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ക്യാപിറ്റൽ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. പിന്നെ അടുത്ത റൂൾ എന്താ അറിയോ, നമ്മൾ സെൻറ്റിമീറ്റർ ഇതൊക്കെ എഴുതൂലേ, ലെങ്ത്ത്. ഇപ്പോൾ ഒരു അരിയുടെ ഭാരം 6 കിലോഗ്രാം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അവിടെ എന്ത് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് ഇടരുത്. ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. ഇവിടെ കുത്തിടാൻ പാടില്ല. നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ. അതേപോലെ ഇപ്പോൾ 2 യൂണിറ്റ്, ഇപ്പോൾ സെൻറ്റിമീറ്റർ എന്ന് എഴുതുമ്പോൾ സെൻറ്റിമീറ്റർ, അതേപോലെ ന്യൂട്ടൺ മീറ്ററൊക്കെ ഉണ്ട്. ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്ടൻ്റെ എന്നും അതേപോലെ മീറ്ററും രണ്ട് യൂണിറ്റല്ലേ, ആ 2 യൂണിറ്റും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ, ഒരുമിച്ച് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിലൊരു കുത്തിടണം. അല്ലെങ്കിൽ ഇനി കുത്തിടാൻ പറ്റിയിട്ട് ഞങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടാൽ മതി. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലേ, അങ്ങനെ ഗ്യാപ്പ് ഇട്ടാലും മതി. ഒരിക്കലും ന്യൂട്ടൺ മീറ്റർ എന്ന് ഇങ്ങനെ അടുപ്പിച്ച് എഴുതാൻ പാടില്ല. ഒന്നെങ്കിൽ ന്യൂട്ടൺ മീറ്റർ, അല്ലെങ്കിൽ എന്താ ചെയ്യുക, കുറച്ച് വിട്ടിട്ട് ന്യൂട്ടൺ മീറ്റർ, ഇങ്ങനെ എങ്ങനെയെങ്കിലും എഴുതണം. അപ്പോൾ ഈ റൂൾസൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ്, മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ വേറൊരു സംഭവത്തിലേക്കാണ് പോണത്, ലീസ്റ്റ് കൗണ്ട്. അതെന്താണെന്ന് എന്തായാലും അറിഞ്ഞിരിക്കണം. ലീസ്റ്റ് കൗണ്ട്, ഞാൻ വേറെ കളർ എടുക്കട്ടെ, അല്ലാതെ ടെക്സ്റ്റൊക്കെ തുറന്ന് വെച്ചിരിക്കണം കേട്ടോ. ടെക്സ്റ്റ് തുറന്ന് വെച്ചിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കും. പിന്നെ നോട്ട് എഴുതും വേണം, കാര്യങ്ങൾ എഴുതിയെടുക്കും വേണം. പിന്നെ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലാ ഗ്രൂപ്പിലാ എവിടെയെങ്കിലും വന്ന് ചോദിക്കുക. പിന്നെ എന്ത് ചെയ്യുക, പഠിക്കുകയും ചെയ്യാം. ഞാൻ എല്ലാ സെൻറ്റൻസും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആവുമെന്ന് വിചാരിക്കുന്നത്. അഥവാ വന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ചോപ്പ് ചിലപ്പം കാണൂല, വേറെ കളർ എടുക്കാം. ഇനി ലീസ്റ്റ് കൗണ്ട് എന്താണെന്നാണ്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എഴുതിയെടുക്കുമ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് ആദ്യം എന്ത് ചെയ്യുക, ഹെഡിങ് എഴുതുക, എന്നിട്ടാണ് ഈ സെൻറ്റൻസ് എഴുതേണ്ടത്. അല്ലാതെ ഇതുപോലെ തന്നെ എഴുതി വെക്കരുത്. ലീസ്റ്റ് കൗണ്ട് എന്ന് ആദ്യം എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക. ലീസ്റ്റ് കൗണ്ടിൽ നിന്ന് ഹെഡിങ് കൊടുത്തിട്ട് വേണം ഈ സെൻറ്റൻസ് എഴുതാൻ. അതെന്താ പറയുക, ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവ് ലീസ്റ്റ് കൗണ്ട്. ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. അപ്പം നമുക്ക് ഒരു സ്കെയിൽ ഉപയോഗിച്ചാൽ നമുക്ക് 1 മില്ലിമീറ്റർ അല്ല എടുക്കാൻ പറ്റും. 1 മില്ലിമീറ്ററിലും കുറവ്. ഇപ്പോൾ ഒരു പേപ്പർ എടുത്താൽ പേപ്പറിൻ്റെ കട്ടി നമുക്ക് സ്കെയിൽ വെച്ച് കാണാൻ പറ്റുമോ, അത് 1 മില്ലിമീറ്ററിനെക്കാട്ടും കുറവാണ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 മില്ലിമീറ്ററും സെൻറ്റിമീറ്ററും തമ്മിലുള്ള ബന്ധം നമ്മൾ 10 അല്ലേ. അപ്പോൾ നമ്മൾ 1 മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.1 സെൻറ്റിമീറ്റർ. അതാണ് എന്തെന്ന് പറഞ്ഞത്, നമ്മുടെ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞത്. യൂണിറ്റ് അല്ല, ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞത്. ഏറ്റവും ചെറിയ അളവ് 1 മില്ലിമീറ്ററാണ്. സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്നത് മില്ലിമീറ്റർ അല്ലേ. അതേപോലെ നമുക്ക് വെർനിയർ, സ്ക്രൂ ഗേജ്, ഇങ്ങനെ കുറച്ച് ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് പറയുണ്ടാവില്ല, അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് മില്ലിമീറ്ററെക്കാട്ടും കുറഞ്ഞ അളവ് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു കമ്പിയുടെ തിക്നെസ്, കമ്പി എത്ര കട്ടി ഉണ്ട് നോക്കാൻ നമുക്ക് സ്കെയിൽ വെച്ച് നോക്കാൻ പറ്റില്ല. അതിലും ചെറുതാണ് കമ്പിയുടെ കട്ടി. അതുപോലെ ഇപ്പോൾ ഒരു നൂല് എത്ര കട്ടി ഉണ്ട് നോക്കാൻ, അതിനൊക്കെ നമ്മൾ സ്ക്രൂ ഗേജൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കുകയുള്ളൂ.
ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്റർക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ചെറുതിനാകുമ്പോൾ മില്ലിമീറ്ററിന് സെൻറ്റിമീറ്റർക്ക് ആക്കാൻ 1 മില്ലിമീറ്ററാണ്. അപ്പോൾ അതിനെ സെൻറ്റിമീറ്റർക്ക് ആക്കുമ്പോൾ മില്ലിമീറ്ററിനെ ചെറിയ സാധനം ആയതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. 10 വെച്ചിട്ടല്ലേ ഇവർ തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണ് ഇത് എന്ത് കിട്ടുന്നത്, 0.1 കിട്ടുന്നത്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ സ്കെയിൽ. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡെഫിനിഷൻ എഴുതി വയ്ക്കുക. പിന്നെ എന്താ എഴുതുക, സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്നും പറഞ്ഞിട്ട് എന്താ എഴുതി വയ്ക്കുക, ഇതും എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് എഴുതിയാലും മതി. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ് പേപ്പറിൻ്റെ കനം അളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. നമുക്ക് വേറൊരു വഴി ഉപയോഗിച്ചിട്ട് പേപ്പറിൻ്റെ അളവ് അളക്കാം, സ്കെയിൽ തന്നെ വെച്ചിട്ട്. എങ്ങനെ ഉപയോഗിക്കാം, നമുക്ക് ഒരു പേപ്പറിൻ്റെ അളക്കാനല്ലേ ബുദ്ധിമുട്ട്, നമുക്കൊരു 100 പേപ്പറാ അല്ലെങ്കിൽ 50 പേപ്പറാ. ഇപ്പോൾ ഒരു 100 പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കുക. 100 പേപ്പർ അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ അളവ് നോക്കിയാൽ ചിലപ്പോൾ 1 സെൻറ്റിമീറ്ററൊക്കെ ഉണ്ടാവും. അപ്പോൾ 1 സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ 100 അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരാ. 100 പേപ്പറിൻ്റെത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 പേപ്പറിൻ്റെ കിട്ടാൻ എന്ത് ചെയ്യുക, 100 ഹരിക്കുക. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. അപ്പോൾ ഇതായിരിക്കും എന്ത്, 1 പേപ്പറിൻ്റെ കനം. അങ്ങനെയുള്ള വേറെ വഴി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇനി വേറൊന്ന്, നമുക്ക് വ്യാപ്തം, വോളി അളക്കാനുള്ള ഒരു വഴിയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത്. 2 കൂട്ടരും ടെക്സ്റ്റ് തുറന്നു വെക്കണേ, എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റിൽ നോക്കിക്കൊണ്ടിരിക്കണം. എന്നാലാണ് ഞാൻ ചിലത് ഇവിടെ എഴുതാത്തത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൽ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ പേപ്പറിൻ്റെ കനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാം തിക്നെസ് ഓഫ് ദ പേപ്പർ, നമ്പർ ഓഫ് പേപ്പേഴ്സ് ഇൻ ദ പേപ്പർ സ്റ്റോക്ക്, അതായത് എത്ര പേപ്പേഴ്സ് എടുത്തെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 100 പേപ്പർ എടുത്ത്, എന്നിട്ട് അതിൻ്റെ തിക്നെസ് നമുക്ക് എത്ര കിട്ടി, 1 സെൻറ്റിമീറ്റർ. തിക്നെസ് എന്ന് പറഞ്ഞാൽ കട്ടിയില്ലേ, കനം, അത് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 പേപ്പറിൻ്റെ കാണാൻ വേണ്ടിയിട്ട് അതിനെ 100 ഹരിക്കുക. ഇനി നമുക്ക് വോളിയം മെഷർ ചെയ്യുക യൂസിങ് മെഷറിങ് ജാറ്. അളവ് ജാറ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വോളിയം അളക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറ്, ഒരു 50 ml ഒരു അളവ് ജാറെടുത്ത് അതിൽ 50 ml വെള്ളം നിറച്ച്, ഒരളവ് ജാറെടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരളവ് ജാറെടുത്തിട്ട് അതിൽ 50 ml വെള്ളം നിറച്ചു. നമുക്കൊരു ഈ കല്ലിൻ്റെ വോളിയാണ് അളക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിക്കാണ്ട് ആ കല്ലിടുക. ആ കല്ലിട്ടാൽ എന്ത് ചെയ്യും, വെള്ളം കുറച്ചും കൂടി ഉയരൂലേ. ഇപ്പോൾ നിങ്ങളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിലേക്ക് നമ്മളൊരു കല്ലിട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു കാക്കൻ്റെ കഥയൊക്കെ പണ്ട് കേട്ടിട്ടില്ലേ, കാക്ക ഇങ്ങനെ കുടത്തുനിന്ന് വെള്ളം അടിയിലായപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കുറേ കല്ലിട്ട് ലാസ്റ്റ് വെള്ളം പൊങ്ങി വന്നെന്ന്. അതേപോലെ കല്ലിട്ടാൽ എന്ത് ചെയ്യും, വെള്ളം പൊങ്ങും. അപ്പോൾ ഈ വെള്ളം പൊങ്ങിയ വ്യത്യാസം നോക്കിയാൽ പോലെ ഇതിൽ 50 ml ഉണ്ടായപ്പോൾ ഇപ്പോൾ 65 ml ആയി. അപ്പോൾ ഇത് തമ്മിൽ കുറച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, ഈ കല്ലിൻ്റെ വ്യാപ്തം കിട്ടൂലേ, വോളിയം ഓഫ് ദ സ്റ്റോണ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയത് 65 അതിനെ 50 കുറച്ചാൽ എന്ത് ചെയ്യും, 50 കുറച്ചാൽ എന്ത് ചെയ്യും, 15 ml കിട്ടും. അതായിരിക്കും ആ കല്ലിൻ്റെ എന്ത് ചെയ്യും, വോളിയം എന്ന് പറയുന്നത്. ഇനി മെഷറിങ് ജാറിൻ്റെ അതിൻ്റെ ഇതെന്താ 1 ml ആട്ടോ ലീസ്റ്റ് കൗണ്ട്. ഇതിൽ ഏറ്റവും കുറഞ്ഞ് അളക്കാൻ പറ്റുക നമുക്ക് 1 ml. പിന്നെ നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ടൈം മെഷർ ചെയ്യുക. മെഷറിങ് ടൈം യൂസിങ് സ്റ്റോപ്പ് വാച്ച്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മെറ്റൽ ബോൾ ഒരു ത്രെഡിൽ, നിങ്ങളുടെ ടെക്സ്റ്റിലൊരു പിക്ചർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അവിടെ ഇങ്ങനെ ഇവിടെ ഒരു ത്രെഡ്, ഇവിടെ ഒരു സ്റ്റാൻഡില്ലേ, ഇവിടെ ഈ സ്റ്റാൻഡ് ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു ത്രെഡ് നൂലിൽ എന്ത് ചെയ്യുക, ഒരു മെറ്റൽ ബോള് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതിന് ഊഞ്ഞാലാട്ടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാട്ടുക. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേറ്റം പോവും, പിന്നെ ഇങ്ങോട്ട് തന്നെ വരും, അങ്ങോട്ടേറ്റം പോവും, ഇങ്ങോട്ട് തന്നെ വരും, ഇങ്ങനെ പോവും. അപ്പം എന്നിട്ട് നമ്മളെന്താ സ്റ്റോപ്പ് വാച്ച് നമ്മുടെ ഫോണിലും അതേപോലെ അത് അങ്ങനെ തന്നെ ആയിട്ടുള്ളൊരു ഉപകരണമുണ്ട്. അപ്പോൾ അത് ഓണാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈം അളക്കാം. അത് 10 ഓസിലേഷൻസിന് എടുക്കുന്ന ടൈമാണ്. 10 ദോലനം, 10 ദോലനത്തിന് വേണ്ട എന്ത് ചെയ്യുക, ദോലനത്തിന് ആവശ്യമായ സമയം അളക്കുക. അങ്ങനെ നമുക്ക് 10 വേണ്ട ടൈം അളത്തിട്ട് അതിൻ്റെ 1 കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 10 ഹരിച്ചാൽ പോരെ. 1 കാണാൻ വേണ്ടി 10 കിട്ടിയിട്ട് 1 കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 ദോലനത്തിന് ആവശ്യമായ സമയം എന്തായിരിക്കും, 12 സെക്കൻഡാണ്. 12 സെക്കൻഡ് ആവണമെന്നില്ല, നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഉദാഹരണം എഴുതിയതാണ്.
അതോടെ നമ്മുടെ എന്ത് ചെയ്യുക ചാപ്റ്റർ തീർന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യുക വിലയിരുത്താവുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. വിലയിരുത്താൻ ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് ചെറിയൊരു പാർട്ടായിട്ട് തരാം. അപ്പോൾ ഈ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക അതൊക്കെ പഠിക്കുക. ആ കോളങ്ങളില്ലേ പെട്ടിക്കോളത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ള അതൊക്കെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. എക്സാമിന് അതിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അതേപോലെ ഉദാഹരണം എഴുതാനും ലിസ്റ്റ് കൗണ്ട് എന്താണെന്നും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഇതൊക്കെ എന്താണ് അറിഞ്ഞിരിക്കണം. പിന്നെ കൺവേർട്ട് ചെയ്യാൻ ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടുന്നില്ലേ, മീറ്ററിന് കിലോമീറ്റർ ആക്കാൻ, അത് തിരിച്ചാക്കാൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അളവുകൾ മാറ്റാനും എന്തായിരിക്കണം അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക ഇത്രേ ഉള്ളൂ. ഈ ടെക്സ്റ്റ് ഒരു വട്ടെങ്കിലും നിങ്ങൾ വായിക്കുക. ടെക്സ്റ്റ് നന്നായി വായിക്കുക. ടെക്സ്റ്റിലെ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക ടെക്സ്റ്റ് വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സൊക്കെ വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. ബയോളജി പിന്നെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് നിങ്ങളിനി ഇപ്പോൾ എല്ലാ എക്സ്പെരിമെൻറ്റും എല്ലാതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ബന്ധേ ഉണ്ടാവില്ല കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ക്ലാസ്.